ഹലോ, അപ്പോഴേ ഉച്ചയൂണ് കൊടുക്കാനായിട്ട് കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ കടയുടെ മുകളിൽ തന്നെയായിട്ട് ഒരു മാവുമരം ചാഞ്ഞിടപ്പുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ മാവുമരം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇടക്കിടക്കായിട്ട് ഓരോ മാങ്ങകളൊക്കെ വീഴും. ഇതാ ചേട്ടൻ കേൾക്കണ്ട, കേട്ട് കഴിഞ്ഞാൽ പാടാണെന്ന് തോന്നുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, ആ ചേട്ടൻ പാവം ചേട്ടനാണ്, സൂപ്പറിനാണേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന 5-6 മാങ്ങ എടുത്ത് വെച്ചിട്ട് അച്ചാറിടാന്ന് ഓർത്തിട്ട് നടന്നില്ല കേട്ടോ. ആ സമയത്താണ് നമ്മുടെ പച്ചക്കറിക്കാരൻ വിളിച്ചത്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. മാങ്ങാച്ചാറിടാൻ മാങ്ങയുണ്ട് വേണോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ വിലയെന്ന് ചോദിച്ചു. പറഞ്ഞ് 20 രൂപ വെച്ച് തരാമെന്ന്. അപ്പം നോക്കുമ്പോഴാ മാങ്ങ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ, ആ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയുമായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയത് പഴുത്ത മാങ്ങയുമായിരുന്നു. അത് രണ്ടും കൂടി ഞാനും ചേച്ചിയും അനിയത്തിയും ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് അരിഞ്ഞെടുത്തിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുത്ത്. മാങ്ങാച്ചാറ് ഉപ്പാണല്ലോ കൂടുതൽ വേണ്ടത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ചില്ലി മുളക് പൊടി, അതായത് ചില്ലി മുളക് പൊടി അല്ല, എരിവുള്ള മുളക് പൊടി, പറയാനും കിട്ടണില്ല കേട്ടോ. അപ്പം ഞാനേ ഈ കൈ കൊണ്ട് ഇതങ്ങോട്ട് കുഴക്കുമ്പോഴില്ലേ മാങ്ങയുടെ മണവും അതേപോലെ തന്നെ ഉപ്പും പുളിയും എരിവും കൂടി എല്ലാം കൂടി പിടിച്ചിട്ടില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മുതൽ എൻ്റെ വായിൽ നിന്ന് വെള്ളം വന്നിട്ടിരിക്കണേണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു മാങ്ങാച്ചാർ ഇട്ടിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ, 2 ദിവസത്തേക്കും കൂടി ഉണ്ട്. ഇതില്ലേ കുറച്ച് നേരം, അതൊരു അരമണിക്കൂറോളം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ. അവിടെ ഇരിക്കട്ടെ, എന്നാലല്ലേ നമ്മുടെ അച്ചാറിനൊക്കെ ഇച്ചിരി ടേസ്റ്റ് കിട്ടുള്ളൂ. തലേ ദിവസമൊക്കെ കുഴച്ച് വെച്ചാലും നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഒരു ചട്ടി അടപ്പിലേക്ക് വെച്ചു. മൺചട്ടി തന്നെ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇത് ഞാൻ നോക്കുമ്പോഴേ ഈ ചട്ടി അടപ്പള്ളി പള്ളിയിൽ നിന്ന് മേടിച്ചതാണ്. സാധനം ഉപയോഗിക്കാനുള്ള മീൻകറി വെക്കാനായിട്ട് മേടിച്ചിട്ട് ചേട്ടനും വെക്കാറില്ല, ഞാനും വെക്കാറില്ല കേട്ടോ ഇതിൽ മീൻകറി. അപ്പം ഞാനും അതെന്നാൽ പിന്നെ അച്ചാർ ഉണ്ടാക്കാമെന്നത്. അപ്പം നമ്മളിപ്പോൾ നല്ലെണ്ണയിലൊന്നല്ല കേട്ടോ അച്ചാർ ഉണ്ടാക്കണം, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോഴേ ചേച്ചി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കണം. പക്ഷെ ഞാൻ മാങ്ങാച്ചാറിൽ പച്ചമുളക് ഇടാറില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇടാറുള്ളൂ കേട്ടോ. പല നാട്ടിലും പല രീതിയിലൊക്കെയാണല്ലോ വെക്കണത് മാങ്ങാച്ചാർ. അപ്പം ചേച്ചിയുടെ നാട്ടിൽ അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നണം. അപ്പം ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ പച്ചമുളക് അങ്ങോട്ട് എടുത്ത് വെക്കാം, വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇനി ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഈ മൂപ്പിക്കുമ്പോഴേ ഇത് ഇഞ്ചി വെളുത്തുള്ളി കിലുകില ഒച്ചില്ലേ അതേപോലെ എടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചേക്കണം മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 4 കിലോ മാങ്ങ ഇട്ട വാങ്ങിച്ചാൽ അതിൽ 2-3 ചീത്തായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു 5-6 മാങ്ങയും ഒക്കെ കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കുമ്പോഴേ ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ അരിയാത്തൊരു മാങ്ങ എടുക്കണം. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊരു പണിയുണ്ട്. അങ്ങനെ ഞാനിത് സാധനത്തിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ മാങ്ങ അച്ചാർ ഇടുമ്പോൾ പുളിയുള്ള മാങ്ങയും പഴുത്ത മാങ്ങയും കൂടിയിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതൊന്നും എല്ലാം കൂടി ഇളക്കി കൂട്ടി എടുക്കേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും അതേപോലെ തന്നെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചില സമയത്ത് മാങ്ങ പൊടിപ്പൊടിയായി അരിഞ്ഞെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടി ഉപ്പും മാത്രം കുഴച്ചിട്ട് ഒരു ദിവസം വെക്കും. എന്നിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും മാങ്ങാച്ചാർ ഉണ്ടാക്കാം. എല്ലാ സൈസും മാങ്ങാച്ചാറൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മനസ്സിൽ. എന്നാൽ പിന്നെ ഇതേപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കും. അപ്പം നോക്കുമ്പോഴേ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്ത് ഒരു ഇച്ചിരി കോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മളിത് നന്നായിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ചൂട് കയറിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെയില്ലേ ഇപ്പം മാങ്ങാച്ചാറ് ഇതേപോലെ ഇടുന്ന ആൾക്കാർ കുറേ നാളത്തേക്ക് വെക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യണതായിരിക്കും കേട്ടോ നല്ലത്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ ചില സമയത്ത് പൂത്തു പോകാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്, നമുക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണ മാങ്ങ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, അങ്ങോട്ട് കഴിച്ച് ആ ഉപ്പും പുളിയും മധുരം എന്താ ടേസ്റ്റി. അപ്പോഴേ മാങ്ങാച്ചാറ് ഇടാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ഇട്ടോളട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇതിനെ മാങ്ങ വാട്ടിയതെന്നും പറയാറുണ്ട്. അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടം വെച്ച് നിർത്തണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.